പടം നല്ല മൂവിയാണ്, നന്നായിട്ടുണ്ട്. പിന്നെ ഇത് ആക്ഷനൊന്നും പ്രതീക്ഷ തരണ്ട, നല്ലൊരു ഫാമിലി മൂവിയാണ്, കുട്ടികൾക്കൊക്കെ നന്നായിട്ട് കാണാൻ പറ്റിയൊരു മൂവിയാണ്. കുട്ടികൾക്ക് പറ്റിയ നല്ലൊരു സിനിമ, എല്ലാം നന്നായിട്ടുണ്ട്. ബാറോ സിനിമ അടിപൊളിയായിട്ടുണ്ട്. 3D സിനിമയാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള പടമാണ്. തിയേറ്ററിൽ കാണണം, എല്ലാവരും തിയേറ്ററായിട്ട് മസ്റ്റായിട്ട് കാണണം. നല്ല ആസ്വദിച്ചു. 3D ഒക്കെ കണ്ണിലൊക്കെ ഒന്ന് കുത്തി തന്നില്ലേ? എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? ആറാട്ടുകയാണെന്ന് പറയാം. ബറോസിൽ ആറാട്ടുകയാണ്, ഋതികാത്തിനേക്കാൾ ഭൂതമായിട്ട് ഗംഭീരമായിട്ട് ആറാട്ടുകയാണ്. പടം കുഴപ്പമില്ല, പക്ഷേ നമ്മളെ അത്ര ഇൻട്രസ്റ്റിംഗ് ആക്കിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകുന്നില്ല. പക്ഷേ 3D ഒക്കെ സൂപ്പറാണ്, മേക്കിംഗ് ഒക്കെ അത് നമുക്ക് ഇഷ്ടപ്പെടും. പക്ഷെ ഒരു കുട്ടികളുടെ നിലവാരത്തിലുള്ളൊരു പടമാണ്. അത് മേക്കാം, വീഡിയോ കണ്ടിരിക്കാൻ നമ്മുടെ പടം ഓവറോൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റും. പക്ഷേ അവിടെ ഒരു എൻഗേജിങ് ആയിട്ട് പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, സ്പീഡായിട്ട് പോകും. നമുക്കൊരു ഭയങ്കര സ്ലോ പേസിലാണ് പടം പോകുന്നത്, നമുക്ക് അങ്ങനെ തോന്നും. പക്ഷേ വിഷ്വലൊക്കെ തിയേറ്ററിൽ കാണാൻ, മസ്റ്റ് തിയേറ്ററിൽ കാണണം. നമ്മൾ പടം തിയേറ്ററിൽ കാണേണ്ട മുതലുണ്ട്. പക്ഷേ ഇതാണ് നമ്മളൊരു വലിയൊരു ഫാസ്റ്റ് മൂവി ആയിട്ട് പ്രതീക്ഷിച്ച് വരാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഫാമിലി മൂവിയാണല്ലോ. ആ ഒരു കുട്ടികളുടെ മൂവി എന്നുള്ള രീതിക്ക് നമുക്ക് കണ്ടുകൊണ്ടിരിക്കാം. ഒരു കുട്ടികളുടെ ഒരു പടമാണ്. പിന്നെ മേക്കിംഗ് അടിപൊളിയാണ്. സൂപ്പർ സൂപ്പർ ഫാമിലി മൂവിയാണ്. അടിപൊളിയായിരുന്നു, എല്ലാവർക്കും കാണാൻ പറ്റും. പടം ഒരു ഹോളിവുഡിലെ ഒരു ടച്ചുള്ള പടമാണ്. നല്ല ഡയറക്ഷൻ, നല്ല പടമാണ്. ക്യാമറ വർക്കും വിഷ്വൽസ് നന്നായിട്ടുണ്ട്. നല്ല സിനിമയാണ്, അടിപൊളി സിനിമയാണ്. ഒരു സ്വർഗത്തിലോ നരകത്തിലോ ആണെന്നൊക്കെ വിചാരിച്ചു പോകും. നല്ല അടിപൊളി സിനിമയാണ്. കുട്ടികൾക്ക് കോളേജ് തലത്തിലൊക്കെ കൊണ്ടുപോയിട്ട് കുട്ടികളൊക്കെ കൊണ്ടുപോയി കാണിക്കേണ്ട ഒരു അടിപൊളി സിനിമയാണ്. 3D കുറേ കാലത്തിന് ശേഷം നമ്മളൊന്നും കാണാത്ത ഒരു 3D എഫക്റ്റ് ആയിരുന്നു. നല്ല സിനിമയാണ്, അടിപൊളിയാണ്. ഇത് ലാലേട്ടൻ സ്വപ്നം കണ്ടിട്ട് കഥ എഴുതിയതാണോ എന്ന് ഒരു ഡൗട്ടുണ്ട്. നമ്മളൊക്കെ സ്വപ്നം കാണുന്ന രീതിയിലുള്ള ഒരു സിനിമയാണ്. നല്ല സിനിമ. ശരിക്കും കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. ആ ഒരു പറഞ്ഞ ഒരു വേർഡിനോട് അവരെന്തായാലും നീതി വളർത്തിയിട്ടുണ്ട്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരു പഴയകാല ഒരു നാടോടി കഥ, ആ ഒരു രീതിയിലുള്ള ഒരു സംഭവമാണ്. ഒരു ഫാൻറ്റസി ജോണറിൽ വരുന്ന ഒരു സിനിമയാണ്. അപ്പോൾ പിന്നെ കൂടുതലായിട്ട് ഇതിനകത്ത് വളരെ സ്ലോ പേസ്ഡാണ് സിനിമ പോകുന്നത്. അത് സിനിമയ്ക്കൊരു നെഗറ്റീവാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ 3D ഷൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ടെക്നിക്കൽ വശം അറിയുന്നവർ പറഞ്ഞിട്ടുണ്ട് നമുക്കിങ്ങനെ ഇതിനകത്ത് ഫാസ്റ്റ് കട്ട്സ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. പിന്നെ അങ്ങനെ ജംപ് സ്കെയറോ പേടിപ്പിക്കുന്ന രീതിയിലുള്ള മ്യൂസിക്കോ അങ്ങനത്തെ പരിപാടികളോ എനിക്കൊന്നും കംപ്ലീറ്റ്ലി കുട്ടികളെ മനസ്സിൽ കണ്ടിട്ട് ഉണ്ടാക്കിയ ഒരു മൂവിയാണ്. ഒരു ക്ലൈമാക്സിന് ഒരു നല്ലൊരു മോറൽ മെസ്സേജോട് കൂടി എൻഡ് ചെയ്യുന്ന തരത്തിലുള്ള അങ്ങനെ ഒരു മൂവിയായിട്ടാണ് തോന്നിയത്. ഇത് എല്ലാവർക്കും, ഫാമിലിയും കുട്ടികൾക്കും കൂടുതൽ ഇഷ്ടപ്പെടും. യൂത്തിന് എത്രത്തോളം കണക്റ്റ് ആവുമെന്ന് അറിയില്ല. എന്നാലും ഒരു കുട്ടികളുടെ മനസ്സായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു നാടോടി കഥയൊക്കെ കാണുന്ന പോലെ, പണ്ട് കാലത്ത് നമ്മളെന്തൊരു ജംഗിൾ ബുക്ക് അങ്ങനെയൊക്കെ കണ്ടില്ല, അങ്ങനെ തന്നെയാണ് സിനിമയുടെ മാർക്കറ്റിങ്ങിലും പറഞ്ഞിരുന്നത്. ആ പറഞ്ഞ പോലെ തന്നെയാണ് സിനിമ വന്നിരിക്കുന്നത്. 3D വർക്കൊക്കെ നൈസായിരുന്നു. ബാക്കി ആവറേജ് ടെക്നിക്കൽ സൈഡൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഡയറക്ഷൻ വൈസ് എന്ന് പറയുന്നത് പിന്നെ ഒന്നാമത് ഈ 3D ഇത്രയും വർഷത്തിന് ശേഷം മലയാളത്തിലേക്ക് കൊണ്ടുവരിക എന്നൊരു സംഭവത്തിന് വേണ്ടിയാണ് ലാലേട്ടൻ മുൻകൈ എടുത്തത്. കാരണം സ്റ്റോറി ഒരു വൺ ലൈന് പറഞ്ഞു പോകാതെ സാധാരണ നമ്മുടെ ഒരു ആ കുട്ടിയും ഈ ഭൂതവും തമ്മിലുള്ള ഒരു കണക്ഷനുകളിൽ സിമ്പിൾ സ്റ്റോറിയാണ്. അങ്ങനെ തിരക്കഥയ്ക്കകത്ത് അങ്ങനെ സംവിധാനം മികവ് തെളിയിക്കാൻ മാത്രമായിട്ടൊരു സംഭവമില്ല. പക്ഷേ ഈ ഒരു 3D സിനിമ 3D പുതിയ ടെക്നോളജി ഒന്ന് മലയാളത്തിലേക്ക് വീണ്ടും കൊണ്ടുവരിക എന്നുള്ള ഒരു സംഭവം ഏറ്റെടുത്തിട്ട് ലാലേട്ടൻ ചെയ്തു തന്നത്. ഇതേ വഴിക്ക് കൂടുതൽ കുറച്ചുകൂടെ ഗ്രാൻഡ് സ്കെയിലുള്ള ആക്ഷൻ മൂവീസ് അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഇത് കംപ്ലീറ്റ്ലി കുട്ടികളുടെ മനസ്സിൽ കണ്ടിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് എടുത്തത്. ആ തരത്തിൽ നോക്കുമ്പോൾ സിനിമ നന്നായിട്ടുണ്ട്. കൂടുതൽ വീഡിയോസിനായി B4 Place ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.